അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. റഷീദ്, ഇവിടുത്തെ മഴ മെല്ലെ ഒന്ന് കുറഞ്ഞു വരികയാണ്. പലയിടങ്ങളിലും വെയിൽ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ മഴ കനക്കുന്നു. പ്രത്യേകിച്ചും ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ, ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ജാഗ്രതയിലൂടെയാണോ ഈ സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നത്? എന്താണ് സാഹചര്യം? മനു, ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ പെയ്യുകയാണ്. പ്രധാനമായും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മഴയെ തുടർന്ന് വിവിധ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഹിമാചൽ പ്രദേശിൻ്റെ വിവിധ മേഖലകളിൽ വലിയ തരത്തിലുള്ള മേഘവിസ്ഫോടനം ഉണ്ടാവുകയും നിരവധി പേർക്ക് മരണപ്പെടുകയും അതോടൊപ്പം പരിക്കേൽക്കുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉത്തരകാശിയിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനത്തിൽ 9 പേരാണ് കാണാതായത്. ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ 3 പേരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ബാക്കി വരുന്ന 6 പേരുടെ മൃതദേഹങ്ങളടക്കം കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം ഇതിനോടകം തന്നെ NDRFിൻ്റെയും SDRFിൻ്റെയും നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളടക്കമുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. അതോടൊപ്പം ഉത്തരാഖണ്ഡിലും ക്രമാതീതമായിക്കൊണ്ട് തന്നെ മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഈ മേഖലകളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് IMD അടക്കമുള്ള ഒക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഹിമാചൽ പ്രദേശിലെ 12 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ബിലാസ്പൂർ, ഹാമിർപൂർ, കാംഗ്ര, മാണ്ഡി, ഷിംല തുടങ്ങിയിട്ടുള്ള 12ഓളം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ വിവിധ ജില്ലകളിലും ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. പ്രധാനമായും ഈ മേഖലകളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും കാര്യമായി തന്നെ ഈ മഴ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കൽക്ക ഷിംല വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ പാതയാണ്. ഈ പാതയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ പാത പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. ഒരു അറിയിപ്പുണ്ടാകുന്നതിന് മേഖലയിൽ ട്രെയിൻ സർവീസ് ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വിവിധ മേഖലകളിൽ ഷിംലയിലും മണാലിയിലും അടക്കമുള്ള മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രദേശവാസികളൊക്കെ തന്നെയും ഉന്നയിക്കുന്നത്. അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളായിട്ടുള്ള ദില്ലി, ജമ്മു കാശ്മീർ, ഹരിയാന, UP, ഒഡീഷ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ശക്തിയായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദില്ലിയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. UPയിലും ഒഡീഷയിലും യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഈ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യമുണ്ട്. ഒഡീഷയിലെ വിവിധ മേഖലകളിൽ നിന്ന് താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു നടപടികളൊക്കെ തന്നെയും ഇതിനോടകം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യം IMD വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം NDRFിൻ്റെയും SDRFിൻ്റെയും സംഘങ്ങളോട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജമ്മു കാശ്മീരിലും വിവിധ മേഖലകളിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സൽസർ നദിയിലെയും അതോടൊപ്പം ഈ ഡാമിലെയും വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്ന് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ വിവിധ നദികളുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അല്ലെങ്കിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ശക്തിയായിട്ടുള്ള മഴ തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നിലനിൽക്കുന്നത്. മഴ പെയ്യുന്നതോടുകൂടി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലടക്കം 300 കോടിയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കാറ്റിലും മഴയിലും ദില്ലിയിലെ വിവിധ മേഖലകളിലും മരങ്ങളടക്കം കടപുഴകി വീഴുകയും പിന്നീട് നിരവധി വാഹനങ്ങൾക്ക് പരിക്കുവെൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ശക്തമായ മഴ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് IMD വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്.